ഇനി ഉള്ളത് മഹാരാഷ്ട്രയിൽ ബി ജെ പി അവരുടെ ദീർഘകാലമായി കൂടെ ഉണ്ടായിരുന്ന ശിവസേനയുമായിട്ടുള്ള ശിവസേന രണ്ടായി. അതുമാത്രമല്ല, ശിവസേന ഉദ്ധവ് താക്കറെ ബി ജെ പിക്കെതിരെ നടത്തിയ ചതി, അതിനുശേഷം തിരിച്ച് സംഭവിച്ച അതിനുശേഷമുണ്ടായ മാറ്റങ്ങൾ, ഇപ്പോൾ ഷിൻഡെയാണ് ബി ജെ പിക്കൊപ്പം ഉള്ളത്. അപ്പോൾ അവിടുത്തെ സീറ്റുകൾ 48 സീറ്റുകളാണെന്ന് തോന്നുന്നു മഹാരാഷ്ട്രയിൽ ഉള്ളത്. അതെ, ബി ജെ പി 28 സീറ്റിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 25 സീറ്റിലായിരുന്നു ബി ജെ പി മത്സരിച്ചത്. ശിവസേനയും ബി ജെ പി ഒരുമിച്ചായിരുന്നു. ഇത്തവണ ബി ജെ പി 28 സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? മഹാരാഷ്ട്ര കുറച്ചൊരു കോംപ്ലക്സ് ആണ്. പക്ഷേ ഇതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഇല്ല മഹാരാഷ്ട്രയിൽ ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ, നമ്മൾ ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ രണ്ടായിട്ട് പിളർന്നിരിക്കുകയാണ്. അപ്പം അതിൽ ഒരു വിഭാഗം, അതായത് എൻ സി പിയുടെ ഒരു വിഭാഗവും ശിവസേനയുടെ ഒരു വിഭാഗവും ബി ജെ പിക്കൊപ്പമാണ്, മറ്റു വിഭാഗം കോൺഗ്രസിനൊപ്പമാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പം ബി ജെ പി നോക്കുമ്പോൾ ബി ജെ പി 28 സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 25 സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി 23 സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ വിജയിച്ചിരുന്നു. മുംബൈയിലെ മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണയും ബി ജെ പി ആ ഒരു പ്രകടനം പുറത്തെടുക്കും. വിദർഭയിലാണെങ്കിലും മറാത്ത്വാഡയിലാണെങ്കിലും ബി ജെ പിക്ക് കാര്യമായിട്ടുള്ള ക്ഷീണമൊന്നും ഉണ്ടാകില്ല. ഒരു ബി ജെ പി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ ഒരു 4-5 മണ്ഡലങ്ങളാണ് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അത് കണക്ക് കൂട്ടുമ്പോൾ നിലവിലുള്ള പാർട്ടിയുടെ ഒരു ടോട്ടൽ അനാലിസിസ് ഒക്കെ പൊതുവെ റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് ഒരു 28 മണ്ഡലങ്ങളാണ് മത്സരിച്ചത് ഇത്തവണ ബി ജെ പി ഒറ്റയ്ക്ക്. അതിൽ ഒരു 23-24 റേഞ്ചിലാണ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ തവണ 25 മത്സരിച്ച് 23 ബി ജെ പി നേടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ടത് ബി ജെ പിയുടെ ടാലി മഹാരാഷ്ട്രയിൽ കാര്യമായിട്ട് കുറയാൻ പോകുന്നില്ല. ചിലപ്പോൾ കഴിഞ്ഞ തവണത്തെ അതേ നിലനിർത്തും, അല്ലെങ്കിൽ ഒരു സീറ്ററ്റം കുറയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ കൂടാനോ സാധ്യതയുണ്ട്. പക്ഷേ തിരിച്ച് എലൈസിൻ്റെ കാര്യം വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം 15 സീറ്റിലാണ് ഷിൻഡെയുടെ ശിവസേന മത്സരിക്കുന്നത്, 4 സീറ്റിൽ അജിത് പവാറിൻ്റെ ഫാക്ഷനും. പക്ഷേ ഇതിൽ പ്രോബ്ലം എന്താ വെച്ചാൽ, ഈ ഷിൻഡെ ശിവസേനയും ഉദ്ധവിൻ്റെ സേനയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ മുംബൈയിലുണ്ട്, താനെ, നാസിക് മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പക്ഷേ ഉദ്ധവിന് അനുകൂലമായിട്ടൊരു സിമ്പതി തരംഗമുണ്ട്. കാരണം ഉദ്ധവിനെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം അവർ അഴിച്ചു വിടുന്നുണ്ട് വലിയ രീതിയിൽ. അപ്പോൾ ഈ മറാത്തി വോട്ടേഴ്സ് ഉണ്ടല്ലോ, മറാത്തി സംസാരിക്കുന്ന വോട്ടേഴ്സ്, അവർക്കിടയിൽ കുറച്ച് പേർക്ക് ഉദ്ധവിനോടൊരു അതെ ഉദ്ധവിനോട് ചെറിയൊരു സിമ്പതി ഉണ്ട്. പക്ഷേ അതേസമയം ഉദ്ധവിൻ്റെ ശിവസേനയുടെ ബാൽ താക്കറെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഹിന്ദുത്വ വോട്ട് പൂർണ്ണമായും ബി ജെ പി തന്നെ എത്തിക്കഴിഞ്ഞു. ബി ജെ പിയിലേക്ക് അത് ഓൾറെഡി കഴിഞ്ഞു. 2014 മുതൽ തന്നെ ആ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 ഘടകം കൂടെ നിർണായകമാണ്. അത് ഒന്ന്, പ്രകാശ് അംബേദ്കറുടെ പാർട്ടി വഞ്ചിത് ബഹുജൻ അഘാഡി, അവർ വി ബി എ ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവരെ പരമാവധി ഇന്ത്യ സഖ്യത്തിൻ്റെ ഫോൾഡിലേക്ക്, അതായത് അവിടുത്തെ മഹാസഖ്യം എന്നറിയപ്പെടുന്ന ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു കോൺഗ്രസ്സൊക്കെ. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതിനർത്ഥം ഇവർ 35 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ MIM-നൊപ്പം ചേർന്നിട്ട് 7% വോട്ട് പിടിച്ചിരുന്നു. നിയമസഭയിൽ ഏതാണ്ട് 4.5% ഒറ്റയ്ക്ക് നിന്നും പിടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരൊരു ഫാക്ടറാണ് പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് വിദർഭയിലെ ആ ഒരു നിയോ ബുദ്ധിസ്റ്റ് മേഖലകളിലൊക്കെ അവർക്ക് അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ ഇവർ പലപ്പോഴും എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ദളിത് മുസ്ലിം വോട്ടുകൾ ഇവർ കട്ട് ചെയ്യും. അതായത് കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് ലഭിക്കേണ്ട ന്യൂനപക്ഷ ദളിത് വോട്ടുകൾ ഒരു നല്ലൊരു പോർഷൻ അവർ മിക്കവാറും പിടിക്കും. കാരണം 80,000-ലധികം വോട്ട് ഇവർ ഏതാണ്ട് ഒരു 17 മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, അപ്പോൾ അതൊരു ഫാക്ടറാണ്. അതിനൊപ്പം ബി ജെ പി സഖ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു സംഭവം രാജ് താക്കറയുടെ ഒരു MNSൻ്റെ ഒരു ഫാക്ടറാണ്. കാരണം MNS ഇത്തവണ ബി ജെ പിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അവർ സീറ്റിലൊന്നും മത്സരിക്കുന്നില്ല. നിയമസഭയിൽ അവർക്ക് കുറച്ച് സീറ്റ് കിട്ടുമെന്നാണ് ധാരണ എന്ന് പറയുന്നു. എന്തായാലും രാജ് താക്കറെ ഒരു കരിസ്മാറ്റിക് ആയുള്ളൊരു നേതാവാണ്. ബാൽ താക്കറെ പലപ്പോഴും പറഞ്ഞു ഉദ്ധവിനേക്കാൾ ബാൽ താക്കറെ പോലുള്ളത് അനന്തരവനായ രാജാണെന്നാ പറയാം. അദ്ദേഹത്തിന്റെ ശൈലിയും പ്രസംഗ അനന്തരാവകാശം ഉദ്ധവിന് കൊടുത്തുകൊണ്ടാണല്ലോ. അതെ, അദ്ദേഹം പടിയിറങ്ങിയത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ് ഫാക്ടർ പ്രത്യേകിച്ച് മുംബൈ, താനെ, നാഷിക് ആ മേഖലകളിലൊക്കെ അത്യാവശ്യം ഉണ്ടാവും. അവർക്കും കുറച്ച് വോട്ടുണ്ട്. അവർ കുറച്ചൊന്ന് താഴോട്ടായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും അവർക്ക് വോട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഷിൻഡെ സേനയ്ക്ക് പലപ്പോഴും എത്രത്തോളം ഈ ഉദ്ധവിൻ്റെ മറാത്തി വോട്ടുകൾ പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഇതിൻ്റെ ബലത്തിലാണ് രാജിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്ത്രപരമായ നീക്കം നടത്തിയത്. അപ്പോൾ രാജ് കുറച്ചും കൂടെ അപ്പീലുണ്ട്. അപ്പം അത് എന്തായാലും ഒരു 20,000 വോട്ടൊക്കെ ഈ MNS ഉണ്ട് പല മണ്ഡലങ്ങളിലും.
അത് ബി ജെ പിക്ക് ഒരു ഇൻക്രിമെൻ്റലായ കാര്യമാണ്. അത് മാത്രമല്ല ബി ജെ പിയിലേക്ക് ഈ വോട്ട് ട്രാൻസ്ഫർ കൂടുതൽ പോകാൻ സാധ്യതയുണ്ട്, രാജിൻ്റെ വോട്ട്. പുള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പുകഴ്ത്തി ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെ റിസൾട്ട് വരുമെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇതൊരു ഫാക്ടറാണ്. അപ്പം ഇത് രണ്ടും മഹാരാഷ്ട്രയിൽ ഒരു വിധി നിർണ്ണയിക്കുന്ന ഏകദേശം ഒരു 22 മുതൽ 24 വരെ സീറ്റുകൾ പ്രതീക്ഷിക്കാം. അത് ബി ജെ പിക്ക് മാത്രമാണ്. എൻ ഡി എക്ക് ഒരു 30 മുതൽ 32 സീറ്റ് വരെയാണ് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ പറയാൻ പറ്റില്ല, കാരണം ഇതുപോലത്തെ ഫാക്ടേഴ്സും അടിയൊഴുക്കുകളൊക്കെ വരുമ്പോൾ അതെ അതെ. കാരണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയില് ഒരു വികാരമാണ്. എനിക്ക് തോന്നുന്നത് 2019 ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല പല സീറ്റുകളും കിട്ടുമെന്നുള്ളതൊന്നും പ്രതീക്ഷിച്ചിരുന്നല്ല. പക്ഷേ BJP 300 കടക്കുകയാണ് ഉണ്ടായത്. 48-ൽ 41 മഹാരാഷ്ട്രയിൽ നിന്ന് പിടിച്ചത്. അന്ന് പിടിച്ചത്. അതെ 2019. 14-ൽ 42. അതെ. അപ്പോൾ BJP മാത്രമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് അവിടുന്ന് വീണ്ടും ഒരു 22 സീറ്റുകൾ കൂടെ ആഡ് ചെയ്താൽ അപ്പോൾ തന്നെ 99 സീറ്റുകളിലേക്ക് ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് BJP എത്തുകയാണ്.